ഒരു സമയത്ത് ഡിസിപ്ലിൻ എന്നുള്ളത് തീർത്തും ഇല്ലാതിരുന്ന എനിക്ക് എന്താണ് ഡിസിപ്ലിൻ എന്ന് തന്നെ പഠിപ്പിച്ചു തന്നതായിട്ട് ഒരു പുസ്തകമുണ്ട്. സോ ആ ഒരു പുസ്തകത്തിന്റെ സമ്മറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ അങ്ങനെ ബുക്ക് സമ്മറീസ് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ചെയ്തിട്ട് ഒരുപാടായി. പക്ഷേ എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ്, തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പേഴ്സണലി അത്രമാത്രം ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ ലൈഫിൽ, അതായത് നമ്മൾ ലൈഫിൽ എന്ത് തന്നെ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസിപ്ലിനാണ്. ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡിസിപ്ലിനും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആര് തന്നെ ആണെങ്കിലും നമുക്ക് ഒരു ലോങ് ടേമിലേക്ക് സക്സസ് ആവാനോ അല്ല എങ്കിൽ അതിൽ തുടർന്ന് നിൽക്കാനോ ആയിട്ട് സാധിക്കില്ല. അതായത് ഞാനിപ്പോൾ ഒരു യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കാര്യങ്ങളെ ലേൺ ചെയ്യണം. സോ അതിനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കാര്യങ്ങളെ ലേൺ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഒരു ഡിസിപ്ലിനാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും, കുറേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവേണ്ടതായിട്ടുണ്ടാവും. സോ ഇതുപോലെ ഒരു ബിസിനസ് മാൻ ആണെങ്കിലും ആർക്കാണെങ്കിലും ഡിസിപ്ലിൻ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ എത്രത്തോളം സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു, നമ്മളുടെ ജീവിതം അത്രത്തോളം ഈസി ആയിട്ട് മാറും. നമ്മൾ എത്രത്തോളം സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നോ അത്രത്തോളം നമ്മളുടെ ലൈഫ് ഹാർഡായിട്ട് മാറും. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് അതൊരു സെൽഫ് ഡിസിപ്ലിനോടുകൂടി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അതിനെ നമ്മളുടെ ആ ഒരു സെൽഫ് ഡിസിപ്ലിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സോ ആ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം, അതായത് ഇപ്പോൾ എക്സസൈസ് ആണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും പുതിയ എന്ത് തന്നെ ആണെങ്കിലും അതിനെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഹൗ ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. സോ ഈ ഒരു പുസ്തകത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓഡിയോ ബുക്കാണ്. അതായത് ഈ ഒരു പുസ്തകത്തിന്റെ മുഴുവൻ ഓഡിയോ ബുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എന്നുള്ള സെക്ഷനിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെ പെയ്ഡ് കോഴ്സസിലെ ലൈഫ് സ്റ്റൈൽ എന്നുള്ള സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതായിരിക്കും. സോ അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കേട്ട് നോക്കുക. തന്നെ എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഈ ഒരു ഓഡിയോ ബുക്കിന്റെ ഫുൾ വേർഷൻ കേൾക്കാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹൗ ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ എന്ന ഈ പുസ്തകത്തിന്റെ ഓഥർ മാർട്ടിൻ മെഡോക്സ് ആണ്. ലൈഫ് ഈസ് ഈസി വെൻ യു ലീവ് ഇറ്റ് ഇൻ എ ഹാർഡ് വേ. അതായത് കഠിനമായ പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എളുപ്പമായിരിക്കും എന്ന് മാർട്ടിൻ മെഡോക്സ് നമ്മളോട് പറയുകയാണ്. നമ്മൾ ആവറേജായ എല്ലാവരെയും പോലെ ജീവിക്കുന്നതും അതുപോലെ തന്നെ സക്സസ്ഫുള്ളായി ജീവിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമാണ് ഉള്ളത്. ആ വ്യത്യാസത്തെ ഒറ്റ വാക്കിൽ പറയാം, ടേക്കിംഗ് ഹാർഡ് ചോയ്സസ്. കഠിനമായ പാതകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മൾ എടുക്കുന്ന കഠിനമായ ചോയ്സുകൾ, അതായത് നമ്മൾ എടുക്കുന്ന ഹാർഡായിട്ടുള്ള തീരുമാനങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കുന്നത്. ഉദാഹരണത്തിന്, എല്ലാവരും ടേസ്റ്റി ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് അല്ല, എക്സ്ട്രാ ഓർഡിനറി ആയി മാറി. എല്ലാവരും വെറുതെ ഇരുന്ന് സമയം കളയുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആവറേജ് അല്ല. എല്ലാവരും പറയുന്നത് കേട്ട് അതുപോലെ ജീവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കീഴടക്കുവാൻ വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവറേജ് അല്ല. ഇങ്ങനെയുള്ള ഡിഫറൻ്റായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ചോയ്സുകൾ അത് നിങ്ങളെ ഈസി ആൻഡ് സക്സസ്ഫുൾ ലൈഫിലേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ടെന്നാൽ ഇത്തരം കഠിനമായ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള തീരുമാനങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഠിനമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ മാത്രമല്ല അത് നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്. നമ്മുടെ ഓഥർ മാർട്ടിൻ വളരെ വ്യത്യാസമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. 40 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന കഠിനമായ തീരുമാനം പോലും എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ആഴ്ചയുടെ ഉള്ളിൽ 30 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അതുപോലെ 1 മാസത്തിനുള്ളിൽ 400 പേജ് നോവൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, ഇതെല്ലാം എൻ്റെ സെൽഫ് ഡിസിപ്ലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്നാണ് പറയാറുള്ളത്. നമ്മുടെ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സെൽഫ് ഡിസിപ്ലിനാണ് ഏറ്റവും മുഖ്യമായ കാര്യം. അതിനാൽ നമ്മൾ എങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻഡായി മാറുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ നമ്പർ 1, ദ ഫണ്ടമെന്റൽസ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. 80-20 പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഉപയോഗിക്കുന്ന 20% എഫർട്ടിൽ നിന്നാണ് നമുക്ക് 80% റിസൾട്ട് ഉണ്ടാകുന്നത് എന്നാണ്. നമ്മുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഈസി ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ ഡയറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആരോ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് തന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അവരോട് നോ പറയണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പറയുവാൻ കഴിയില്ല. നിങ്ങൾക്ക് ഉള്ളിലൊരു ചിന്ത വരും, ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ ഇപ്പോൾ ഡയറ്റിന് എന്ത് സംഭവിക്കാനാണ്, അത് കഴിക്കാം എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാകും. ഇങ്ങനെ ചിന്ത ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ ആ ചോക്ലേറ്റ് വാങ്ങുകയും കഴിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ മറ്റൊരാൾ ചോക്ലേറ്റ് കാണിച്ചാലും നിങ്ങൾക്കത് റെസിസ്റ്റ് ചെയ്യുവാൻ കഴിയില്ല. നിങ്ങൾ അപ്പോഴും വാങ്ങി കഴിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഡയറ്റ് എന്ന തീരുമാനത്തിൽ നിന്നും പതുക്കെ ലൂസാകുന്നതും പഴയ പോലെ ആകുന്നതും. എന്നാൽ നമ്മളുടെ 80-20 പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ചോക്ലേറ്റ് കഴിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രയോഗിക്കുന്ന ആ 20% എഫർട്ടാണ്. എന്നാൽ അതിലൂടെ എനിക്ക് 80% റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് വേണ്ട എന്ന് പറയണം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ചോക്ലേറ്റ് കഴിക്കുന്നതിന് പകരം ഞാനൊരു പഴം കഴിക്കും, അതിലൂടെ എൻ്റെ വിശപ്പും മാറും, അതിൽ ന്യൂട്രീഷനും ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മൾ ആ ചോക്ലേറ്റ് കഴിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടും. ഇനി നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് നോക്കാം. ചെറിയ ചെറിയ ശീലങ്ങൾ പഠിച്ചെടുത്തുകൊണ്ടാണ് നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നമ്മൾക്കൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി 18 ദിവസം മുതൽ 257 ദിവസം വരെ എടുത്തേക്കാമെന്ന് ഹാബിറ്റിനെ കുറിച്ച് പരീക്ഷണം നടത്തുന്നവർ പറയുന്നു. നമ്മുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു 66 ദിവസം വരെ എടുക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ശീലമാക്കണം എന്ന ആഗ്രഹമുള്ള ഒരു ഹാബിറ്റ് നമ്മൾ തുടർച്ചയായി ദിവസവും കൃത്യമായ സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറുന്നതായിരിക്കും. നമ്മൾക്കൊരു ഹാബിറ്റ് ഉണ്ടാകുന്നതിനെ 3 സ്റ്റെപ്പായിട്ട് തരംതിരിക്കാം. ഉദാഹരണത്തിന്, ആദ്യം നമ്മൾ ഒരു ചോക്ലേറ്റ് കാണുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ഒരു ചോക്ലേറ്റ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ സ്വീകരിക്കും. അതിനുശേഷം നമ്മുടെ ഉള്ളിൽ ചോക്ലേറ്റ് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും. പിന്നെ ആ ചോക്ലേറ്റ് കഴിക്കുകയും നമ്മുടെ തലച്ചോറിന് സംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ആ ചോക്ലേറ്റ് വാങ്ങി കഴിച്ച ആ നിമിഷത്തിൻ്റെ തൊട്ടടുത്ത നിമിഷം എൻ്റെ ഡയറ്റ് നശിപ്പിച്ചല്ലോ എന്നൊരു കുറ്റബോധവും തലച്ചോറിനകത്തുണ്ടാകും. എന്നാൽ ഇപ്പോൾ കേട്ട ഈ പ്രോസസ്സ് നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് നമ്മുടെ മുന്നിൽ ഒരാൾ ചോക്ലേറ്റ് കൊണ്ടുവന്ന് നീട്ടിയാൽ നമ്മുടെ മനസ്സിൽ ഉടനെ ഒരു പഴം ഓർമ്മ വരണം. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. അതായത് ചോക്ലേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് പഴമാണ്. ഇങ്ങനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അതിത്തിരി കഠിനമായിരിക്കും. എന്നാൽ നമ്മൾ ഈ കാര്യം കുറച്ച് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഈസി ആയിട്ട് മാറും. പിന്നെ അതിനുശേഷം നമുക്ക് എപ്പോൾ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നിയാലും നമുക്കൊരു പഴമായിരിക്കും ഓർമ്മ വരിക. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ചോക്ലേറ്റിന് പകരം പഴം മാത്രം ഓർമ്മ വരുന്ന ഒരവസ്ഥ വരും. പിന്നെ പതുക്കെ നമുക്കതൊരു ഹാബിറ്റായി മാറും. നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ശീലം പഠിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില തന്ത്രങ്ങൾ ഇവിടെ പറഞ്ഞു തരാം. ഒന്നാമത്തേതാണ് കീ സ്റ്റോൺ ഹാബിറ്റ്. അതായത് നമ്മളൊരു ഹാബിറ്റ് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ വളരെ ഫിസിക്കലായിട്ടുള്ള ലെവലിൽ ആദ്യം പഠിച്ചെടുക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക, ശരീരത്തിന് നല്ല ജോലി ചെയ്യിപ്പിക്കുക. ശരീരത്തിൽ എക്സർസൈസിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ശീലം കുറയുകയും അതുപോലെ അവർക്ക് മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയുകയും അങ്ങനെ ഒരുപാട് മോശ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ സാധിച്ചതായി പറയുന്നുണ്ട്. നന്നായി വ്യായാമം ചെയ്തതോടുകൂടി ആരോഗ്യകരമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലത്തിൽ നിന്ന് മുക്തമായി എന്ന് ഒരുപാട് പേർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു കീസ്റ്റോൺ ഹാബിറ്റാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക എന്നത്. ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ്, നമ്മൾ ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഊർജം ലഭിക്കുന്നുണ്ടോ അതോ വേസ്റ്റ് ഫുഡാണോ നമ്മൾ കഴിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പിടികിട്ടും. ഇതുമാത്രമല്ല വേറെയും ഒരുപാട് കീസ്റ്റോൺ ഹാബിറ്റ്സ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് പറയാം, മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ മാത്രം 20ലേറെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് ഇതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തിയിട്ടുള്ളവർ പറയുന്നു. അതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഒരു കീസ്റ്റോൺ ഹാബിറ്റാണ്. നമ്മൾ സാധാരണ എണീക്കുന്നതിൽ നിന്ന് ഒരു 15 മിനിറ്റ് നേരത്തെ എണീക്കാൻ തുടങ്ങിയാൽ പോലും നമ്മുടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനെല്ലാം വളരെയധികം കുറയുമെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ എണീക്കുന്നവർക്ക് ദിവസം മുഴുവൻ എനർജറ്റിക്കായിരിക്കുവാനും അതുപോലെ ബന്ധങ്ങൾ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുവാനും ഇമോഷൻസിന് മേലൊരു നിയന്ത്രണം കൊണ്ടുവരുവാനുമുള്ള കഴിവ് കൂടുതലാണെന്നും തെളിയിച്ചിട്ടുണ്ട്.
അതുപോലെ അടുത്തൊരു കീസ്റ്റോൺ ഹാബിറ്റാണ് ഓരോ ദിവസവും ഏതെങ്കിലും ഒരു പുതിയ കാര്യം പഠിച്ചെടുക്കുക. നമ്മൾ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഹോബീസ് ഉണ്ടാകും, അതുപോലെ പുതിയ ആളുകളുമായി ബന്ധമുണ്ടാകും. അതുപോലെ നമ്മൾക്ക് ഭയമുള്ള കാര്യങ്ങളെ ധൈര്യമായി ഫേസ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. മറ്റൊരു കീസ്റ്റോൺ ഹാബിറ്റാണ് പൈസ സേവ് ചെയ്ത് വെക്കുക, ധനം സേവ് ചെയ്യുക എന്നത്. ധനം സേവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, അതായത് നന്ദിയുള്ളവരായിരിക്കുക എന്ന ശീലം. നമ്മൾക്ക് നന്ദി തോന്നുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും എല്ലാ വ്യക്തികളെക്കുറിച്ചും നമ്മൾ നമ്മുടെ ഒരു ഡയറിയിൽ നന്ദിപൂർവ്വം എഴുതുക. ഇത് നിങ്ങളുടെ സ്വഭാവത്തെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ കീസ്റ്റോൺ ഹാബിറ്റ്സ് നിങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു പല ഹാബിറ്റുകളും ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിനും ആത്മവിശ്വാസത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് ഓതേഴ്സ് പറയാറുണ്ട് ആത്മവിശ്വാസം ഒരു വിശ്വാസമാണെന്നും അത് കൃത്യമായി യൂസ് ചെയ്യണമെന്നും പറയാറുണ്ട്. വിൽ പവർ ഒരു മസിൽ പോലെയാണ്. അത് നമുക്ക് ബലപ്പെടുത്തിയെടുക്കാനും കഴിയും, അത് ബലഹീനമാക്കാനും കഴിയും. നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസ് പോലെ ഇരിക്കും. നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്ന് പല ഓതേഴ്സും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ബുക്കിൻ്റെ ഓതർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. എന്തുകൊണ്ടെന്നാൽ മാർട്ടിൻ ഒരു ദിവസത്തിൽ 20 മണിക്കൂർ വരെ പട്ടിണി കിടക്കുന്ന ആളായിരുന്നു. എന്നാൽ വിശപ്പ് കാരണം ഞാൻ മോശമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നും വിശന്നിരിക്കുന്ന സമയത്ത് കൂടുതൽ മൈൻഡിന് ക്ലാരിറ്റിയാണ് കിട്ടിയതെന്നും എന്നാണ് അവരുടെ അനുഭവം. നമ്മൾ സെൽഫ് ഡിസിപ്ലിനോട് കൂടി ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് അവെയറോടുകൂടെ ഇരിക്കുക, മറ്റൊന്ന് മോട്ടിവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. ഇതോടെ 1ാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. താങ്ക്